ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഊട്ടിയിൽ തന്നെയുള്ള ഡോൾഫിൻ നോസ് വ്യൂ പോയിൻറ്റിലാണ് എത്തിയിരിക്കുന്നത്. ഡോൾഫിൻ നോസ് വ്യൂ പോയിൻറ്റിലേക്ക് ഒരു മിനിറ്റ്, അവിടെയാണ് എത്തിയിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമുക്കിവിടെ ടിക്കറ്റ് എടുക്കണം. ഇത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞു. അഡൾട്ട്സിന് 30 റുപ്പീസും ചിൽഡ്രൻസിന് 10 റുപ്പീസാണ് വരുന്നത് ഇവിടെ ചാർജായിട്ട്. നമ്മളിങ്ങനെ ഉണ്ടോ, ഇവിടെയൊക്കെ ചെളിയുണ്ട്, മഴ ആയത് കാരണം. ഇന്നലെ നല്ല മഴയായിരുന്നല്ലോ, സൂക്ഷിച്ചോ. അപ്പോൾ ഡോൾഫിൻ നോസ് വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോൾഫിൻ നോസ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഈ കണ്ട ഈ പാറയുടെ ഷേപ്പ് ആ ഒരു ഷേപ്പിലിരിക്കുന്നത് കാരണമാണ് ഈ ഡോൾഫിൻ നോസ് എന്ന് പറയുന്നത്. ഡോൾഫിൻ നോസിൻ്റെ ഷേപ്പിലിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരിത് പേര് വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ മൊത്തം നമുക്ക് കാണാനായിട്ട് കുഴിയാണ്, കൊക്ക തന്നെയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ആ കോട ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു ഇത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ടോ, കോട പൊങ്ങി വരുന്നത്. പിന്നെ വെയിലുണ്ട് ഇവിടെ, എന്നാലും കോടയുണ്ട്. ഇതാണ് ഡോൾഫിൻ നോസ് വ്യൂ പോയിൻ്റ്. ഇവിടെ ഈ പാറകളുടെ അടിയിലെല്ലാം എന്തോ ഭയങ്കര കൊക്കയാണ്, കുഴിയാണ്. അവിടെ നിന്നാണ് ഈ മഞ്ഞിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മുകളിലേക്ക്. ഇതുണ്ടോ ആ പാറയുടെ മുകളിലൊരു ഓന്ത്. ഇതാണ് അടിപൊളി. മഞ്ഞിങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ, ഭയങ്കര രസമാണ്. അടിയിൽ അങ്ങോട്ടൊക്കെ അപ്പുറത്തെ സൈഡെല്ലാം അവിടെ കാണുന്നതെല്ലാം തേയില തോട്ടങ്ങളുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ ഈ പാറയുടെ താഴ്വശത്തു നിന്നാണ് നമുക്ക് ഈ മഞ്ഞൊക്കെ വരുന്നത്, കോട വരുന്നത്. ഈ ഒരു ഷേപ്പാണ് ഡോൾഫിൻ നോസ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് വരയാടുകളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഇതിനകത്ത് കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തം മങ്കിയേ ഉള്ളൂ, ഊട്ടി മങ്കീസ്. ഇതിനകത്ത് നമുക്ക് ഏലക്ക, ഗ്രാമ്പു അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. എവിടെ പോയിരുന്നാലും ഏതൊരു വ്യൂ പോയിൻറ്റിലോ എന്ത് സ്ഥലത്ത് പോയിരുന്നാലും കുറച്ച് ആൾക്കാർ വരുന്ന സ്ഥലത്ത് എല്ലായിടത്തും ഇതെല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും. സ്പൈസസ് എല്ലാം എല്ലാ സ്ഥലത്തും അവൈലബിൾ തന്നെയാണ്. പിന്നെ കുറേ ഈ അത്തർ അങ്ങനെയുള്ള അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതും ഉണ്ട് എല്ലായിടത്തും. ആ സാധനങ്ങളും ഉണ്ട് വാങ്ങാനായിട്ട്. ക്യാമറയൊക്കെ കൊണ്ടുവരാം, നമുക്ക് ഫോണിലൊക്കെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം. പക്ഷേ ഡ്രോൺ ക്യാമറ അവൈലബിൾ അല്ല. ഇത് ഈ സ്പൈസസ് ഒക്കെ കിട്ടുന്ന ഒരു കടയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നെന്താ പെരുംജീരകം, സാധാ ജീരകം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. സാദാ ജീര ഓക്കെ, എவ்வளோ ആச்சு? എത്ര? ആ, ടോട്ടൽ. ഈ കവറിലിരിക്കുന്ന ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത്. എന്നാ 350 100 grams ചക്ക ഒരു 100 grams 150 ലവംഗ ഒരു 100 grams 200
சக்கரை புல் வந்து 50 grams 80 rupees. இது ஒரு 500 gram to 150. 150. இது வந்து ஒரு 250 gram 200. லாஸ்ட் டிஸ்கவுண்ட் பண்ணி தரேன்னு சொன்னேன். 1130 டிஸ்கவுண்ட் போகும். 1150 എത്ര അയച്ചു? 1050. 130 അല്ലേ ആയത്? 1050. ഒരു 1000 തീരാതാ? അങ്ങനെ ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു. ഏലക്ക, ഗ്രാമ്പു, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒരു 130 ആയിരുന്നു ആയത്. അവസാനം ഡിസ്കൗണ്ട് എല്ലാം ചോദിച്ചിട്ട് 1050 പറഞ്ഞു. 1050 കൊടുത്ത് സാധനങ്ങളെല്ലാം വാങ്ങി. അങ്ങനെ ഡോൾഫിൻ നോസൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ എന്താ അവിടെ തന്നെയുള്ള തേയില തോട്ടങ്ങളാണ് ഇതൊക്കെ. ഇത് ഭംഗിയല്ലേ, അടിപൊളിയായിട്ടുണ്ട്. വീഴരുത്, സൂക്ഷിച്ച്. അങ്ങനെ ഇവിടെ നമ്മുടെ ഡോൾഫിൻ നോസിൻ്റെ സ്ഥലമെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകാൻ പോവാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ. മുകളിലത്തെ തട്ടിലും നടുക്ക് റോഡ്, അത് കഴിഞ്ഞ് താഴത്തെ തട്ടിലും തേയിലത്തോട്ടം തന്നെയാണ്. ഇതാ ഇപ്പോഴും കോട ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇനി ഈ റോഡ് ഫുൾ കോടയാവും. എന്നിട്ട് ഇവിടുന്ന് മുകളിലോട്ട് കോട പോകും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്. താഴ്ന്ന് മുകളിലോട്ട് വരും. തിരിച്ചു പോകുന്ന വഴിയിലുള്ള ഒരു വ്യൂ ആണിത്. തേയില തോട്ടങ്ങളാണ് മൊത്തം. ഒരു ഹരിതാപ ഭംഗി, എല്ലാം നല്ലതായിട്ട് ഇപ്പം ഈ ഒരു നല്ല കളറിലൊക്കെ നിൽപ്പുണ്ട്, പച്ച കളറിൽ. പച്ച അങ്ങനെടാ, നുള്ളി കഴിഞ്ഞിട്ടുള്ള തേയിലയാകുമ്പോൾ ഈ കളർ കിട്ടില്ലല്ലോ. ഇപ്പോൾ നമുക്ക് ഈ കളർ കാണാമല്ലോ. ചില സ്ഥലത്തൊക്കെ അങ്ങനെ അല്ലല്ലോ. ഇല ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഭംഗി കാണത്തില്ലല്ലോ. അപ്പോൾ കൊള്ളാം, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഡോൾഫിൻ നോസിൻ്റെ വ്യൂ പോയിൻ്റ് വിശേഷങ്ങൾ. ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. അടുത്ത സിംസ് പാർക്കിലോ മറ്റാണ് പോകുന്നത്. നോക്കണം പിന്നെ ആദ്യം എവിടെയാണ് വരുന്നതെന്ന്. അത് നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലുള്ള കാഴ്ചകൾ ഇത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.